എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സൺ ടാൻ അകറ്റാനും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ സ്കിന്നിലെ പാടുകളെല്ലാം മാഞ്ഞ് സ്കിൻ ക്ലിയർ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന എന്നാൽ വീട്ടിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ഉപയോഗിക്കുന്ന രീതിയും എല്ലാം വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ അകറ്റാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചുളിവുകളെല്ലാം അകറ്റി സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം ഇട്ടാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരു 3-4 തവണ ഇട്ടാൽ മതി. ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവാണെങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അത് ടർമറിക്, കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ്. ഇപ്പോൾ അത് സ്കിൻ ടൈപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. പാല് അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം, അതല്ല എങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നിനും ഓരോ റിസൾട്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് ആയി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള പാലാണ് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ മസാജ് ചെയ്യുമ്പോൾ പതിയെ മസാജ് ചെയ്യുക കേട്ടോ. കാരണം കണ്ണിന് ചുറ്റുള്ള സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അമർത്തി മസാജ് ചെയ്യരുത്. പിന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അത് കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെവിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ചിലർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ വായുടെ 2 സൈഡിലും ചെറിയൊരു ബ്ലാക്ക് കളർ വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെയും നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്കിത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാകും. ഒരുപാട് ഉണങ്ങി വലിഞ്ഞിരിക്കുന്നതോടും വരെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഡാമേജ് ആവും. ഒരു 80% ഉണങ്ങി കഴിയുമ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പതിയെ വെള്ളം ഫേസിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയൊരു മസാജിങ് കൊടുക്കുക. മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് സ്കിപ്പ് ചെയ്തേക്കുക. കാരണം അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ചിലർക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്